എവിടെ പോവാ? കണ്ണമ്മനെ വിളിക്കാൻ പോവാ. ഉറക്കെ പറ. കണ്ണമ്മനെ വിളിക്കാൻ പോവാ. എവിടാ? എയർപോർട്ട്. നെടുമ്പാശ്ശേരിയിലല്ലയോ? അപ്പൊ ഞങ്ങൾ കണ്ണനെ വിളിക്കാനായിട്ട് എയർപോർട്ടിലേക്ക് പോവാണ്. നെടുമ്പാശ്ശേരിയിലായിരുന്നു അവൻ വരുന്നത്. വെളുപ്പിനെ 4:30 ആയപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് അരുണിന്റെ വണ്ടിയിലാണ് പോകുന്നത്. വണ്ടിയുമായിട്ട് അരുൺ വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് അമ്മയും പപ്പയും പിക്ക് ചെയ്ത് നേരെ നെടുമ്പാശ്ശേരിയിലേക്ക് യാത്രയായി. പോകുന്ന വഴിയിൽ എല്ലാവരും ചായ കുടിക്കാനായിട്ടൊക്കെ ഒന്ന് ഇറങ്ങി. ഒരു 6:30 ആയി ഈ സമയത്ത്. എനിക്ക് ചായ കുടിക്കാൻ പറ്റിയ കണ്ടീഷൻ അല്ലായിരുന്നു. ഞാനൊരു കായംകുളം തൊട്ട് ഏകദേശം നെടുമ്പാശ്ശേരി എയർപോർട്ട് എത്തുന്നിടം വരെ നല്ല വോമിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. എല്ലാവരുടെയും മനസ്സിലും ഫേസിലും ഒക്കെ 2.5 വർഷത്തിന് ശേഷം കണ്ണനെ കാണാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞങ്ങൾക്കൊരു സർപ്രൈസ് വിസിറ്റ് തരാനായിരുന്നു കണ്ണൻ ശരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ ഞങ്ങളത് പൊളിച്ചടുക്കി. അവൻ വരുന്ന കാര്യം സർപ്രൈസ് ആക്കിയെങ്കിലും ഞങ്ങൾ നേരത്തെ തന്നെ അവൻ വരുന്ന ഡേറ്റും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ കണ്ണമ്മോൻ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ആ രൂപം കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായി. കാരണം നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ഡ്രസ്സ് നല്ല ലോഹയായിരുന്നു. അതുപോലെ നല്ല കട്ടിമീശയൊക്കെ വെച്ചപ്പം ശരിക്കും ആടുജീവിതമാണ് ഓർമ്മ വന്നത്. 2.5 വർഷത്തിന് ശേഷം കാണുമല്ലേ. എല്ലാവർക്കും നല്ല സന്തോഷമായി, ഒരുപാട് സങ്കടമായി, എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ചേർന്നൊരു നല്ലൊരു അവസ്ഥ, നല്ലൊരു മൊമെന്റ് ആയിരുന്നു അത്. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നുമില്ല. ഞാൻ എന്തോ കണ്ടിങ്ങനെ ഏതോ ഒരു ലോകത്ത് നിൽക്കുന്ന ആ ഒരു ഫീലിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. പോകുന്ന വഴിയിൽ ഞങ്ങൾ രാവിലത്തെ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ട്. അങ്ങനെ പൊറോട്ട, ചിക്കൻ, നൂലപ്പം, മുട്ടക്കറി ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ മുതൽ വൊമിറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു. എന്നാലും ഒരു നൂലപ്പം ഞാൻ കഴിച്ചു. അതും പേടിച്ചാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ലുലു മാളിലേക്കാണ് പോയത്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം വൈശാഖനും അരുണും ഒക്കെ എന്തോ സംസാരിച്ച് അകത്തേക്ക് പോയി. പുറകെ ഞങ്ങളും പോയി. മുട്ടിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട് പപ്പയ്ക്ക് എസ്കലേറ്ററിൽ കയറാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ കണ്ണൻ പപ്പയെ കൈ പിടിച്ച് അതിൽ കയറ്റി മുകളിലത്തെ നിലയിലോട്ട് പോയി. അമ്മയൊന്നും ലുലുമാളിൽ പോയിട്ടില്ലായിരുന്നു. അപ്പം ലുലുമാളൊന്ന് കാണാനും ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ കയറിയത്. അപ്പം അടുത്ത ഫ്ലോറിലോട്ട് പോകാൻ നേരത്ത് എസ്കലേറ്റർ വേണ്ട, സ്റ്റെപ്പ് മതിയെന്നും പറഞ്ഞുകൊണ്ട് പപ്പ അവരുടെ കൈയും പിടിച്ച് സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് പോവാണ്. അങ്ങനെ കണ്ണന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അവനൊരു വാച്ച് പർച്ചേസ് ചെയ്യുക. ഇതാണ് ഞങ്ങൾ എടുത്ത വാച്ച്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വാച്ചും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അവിടെ നിന്നും ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ട്രാവൽ ചെയ്ത് ഹരിപ്പാട് എത്തിയപ്പോഴാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡിന് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഞങ്ങൾ മീൽസും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡ് വന്നു. നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഞങ്ങളൊരു 2:30-3 മണിയായി കഴിച്ചപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡിന് നല്ല ടേസ്റ്റ് വരുന്നു. അപ്പം നമ്മൾ കഴിച്ച മീൽസ് താലി മീൽസ് ആയിരുന്നു. ഇഞ്ചി, പച്ചടി, പായസം, മെഴുക്കുവരട്ടി, മോരുകറി, മീൻകറി, അവിയൽ, സാമ്പാർ. മീൽസ് കിട്ടിയപ്പോഴേ പായസം കഴിച്ച് അതാ പായസത്തിന്റെ പാത്രം കാലിയായിട്ടിരുന്നത്. പിന്നെ മീൽസ് കഴിക്കുന്നവർക്ക് സ്പെഷ്യൽ അയില ഫ്രൈയും. ആഹാരം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഹരിപ്പാടുള്ള വെറ്റ്ലാൻഡിലോട്ടാണ്. ആദ്യം തന്നെ കണ്ണനുള്ള കല്യാണ ഡ്രസ്സ് എടുക്കാനായിട്ട് വെഡ്ഡിംഗ് ഡ്രസ്സിന്റെ സെക്ഷനിലോട്ടാണ് പോയത്. അപ്പൊ അവര് കുറെ കുർത്ത എടുത്ത് നമ്മളെ കാണിച്ച്, നമ്മൾ ഒരുപാടെണ്ണം ഒന്നും സെലക്ട് ചെയ്യാൻ പോയില്ല. ആദ്യം ഒരെണ്ണം എടുത്ത് അത് തന്നെ ഇട്ട് നോക്കി. അത് ഇട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ മുണ്ടും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി. അപ്പൊ എല്ലാവർക്കും ഓക്കെ ആയതുകൊണ്ട് നമ്മൾ അത് തന്നെ സെലക്ട് ചെയ്ത സമയത്ത് പപ്പയ്ക്ക് ഒരു കുർത്ത ഇഷ്ടപ്പെട്ടു. അപ്പൊ പപ്പയെ ഒരു കുർത്ത അവിടെ നിന്ന് അങ്ങ് എടുത്തു. ഇത് വൈകുന്നേരം റിസപ്ഷനുള്ള ഡ്രസ്സാണ്. കല്യാണ പെണ്ണിന് റെഡ് കളറിലുള്ള ലെഹങ്കയാണ്. അപ്പൊ അതിന് മാച്ചായിട്ടുള്ള ഒരു കാഷ്വൽ ഡ്രസ്സാണ് അവൻ എടുത്തത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ അവന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ബില്ലിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാരും നല്ല ടയേർഡായിട്ടിരിക്കുക. അമ്പാടി പിന്നെ ക്യാമറ ഓൺ ആക്കിയപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ പോസ് ചെയ്യുക. കുറച്ചേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ അമ്മയും കണ്ണനും നല്ല ഉറക്കം. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ശല്യം ചെയ്യണ്ടാന്ന്. വൈശാഖ ഉറങ്ങുന്ന വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് അവരങ്ങ് ഉണർന്നു. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ചെരുപ്പ് വാങ്ങാനായിട്ടായിരുന്നു. ചെരുപ്പ് വാങ്ങാനായിട്ട് ഞങ്ങൾ പോയത് ഇതിന്റെ തൊട്ടടുത്തുള്ള ബാറ്റയുടെ ചെരുപ്പ് മാത്രം വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അവിടേക്കാണ്. ചെരുപ്പ് എടുക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അവിടുന്ന് ഞങ്ങൾ ചെരുപ്പൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് മടങ്ങി. പോകുന്ന വഴിക്ക് ചായ കുടിക്കാനായിട്ട് തോന്നിയപ്പം നമ്മുടെ കായംകുളത്തുള്ള പാണ്ഡുരംഗ എന്ന് പറയുന്ന കഫേ ആൻഡ് ബേക്കറിയിലോട്ട് കയറി. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ്. അവിടെ കൂടുതൽ ഉണ്ടാക്കുന്നതും അതുപോലെ വിറ്റഴിക്കുന്നതുമായിട്ടുള്ള സ്നാക്ക് എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഉണ്ണിയപ്പമാണ് അവിടുന്ന് കിട്ടുന്നത്. ഞങ്ങൾ പലപ്പോഴും കായംകുളത്ത് പോകാറൊക്കെ ഉള്ളപ്പം ഇവിടുന്ന് ഉണ്ണിയപ്പം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയി കഴിക്കുകയും അവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു 2-3 ഉണ്ണിയപ്പം ഒക്കെ അവിടുന്ന് കഴിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഒരു ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആ ക്ഷീണം അങ്ങ് മാറി. അപ്പൊ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം വീട്ടിലേക്കാണ്. പക്ഷേ ഇന്ന് തന്നെ കല്യാണപ്പെണ്ണിന്റെ വീട്ടിലോട്ടൊന്ന് പോയി ഒരു സർപ്രൈസ് കൊടുക്കണമെന്നും
എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. കല്യാണപ്പെണ്ണിന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്, ലച്ചു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ലച്ചുവിന് ശരിക്കും കണ്ണൻ ഇന്നാ വരുന്നേന്ന് അറിയത്തില്ല, നാളെയാ വരുന്നേന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഞങ്ങൾ അങ്ങനെ വീട്ടിൽ കയറാതെ തന്നെ അവക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് പോയി. ലച്ചുവിന് ശരിക്കും സർപ്രൈസ് ആയി. അവള് വിചാരിച്ചതേ ഇല്ല ഇന്നവൻ വരുമെന്ന്. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് മെസ്സേജും ചെയ്യുന്നുണ്ടായിരുന്നു, നാളെ വെളുപ്പിനെ കണ്ണനെ വിളിക്കാൻ പോകണ്ടല്ലേ, അപ്പൊ നേരത്തെ കിടക്കാൻ പോവാ. അപ്പൊ അതൊക്കെ വിശ്വസിച്ച് പുള്ളിക്കാരി നാളെയാ വരുന്നേന്നുള്ള രീതിയിലായിരുന്നു ഇരിക്കുന്നത്. അവള് റിയാലിറ്റിയിലോട്ട് വന്നിട്ടില്ല ഇതുവരെ, അതാ ഇങ്ങനെ ഒരു എന്തോ പോലെ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞു നേരെ വീട്ടിലേക്ക് വരുവാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ കണ്ണൻ വണ്ടി വെച്ച് ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി. കണ്ണൻ പറയുന്നുണ്ടായിരുന്നു നീണ്ട 2.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വന്തം വീട്ടിലെത്തിയെന്ന്. വെളുപ്പിനെ പോയതുകൊണ്ട് പത്രമൊക്കെ വെളിയിലായിരുന്നു, അപ്പം അതൊക്കെ എടുത്ത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബായ്.